ആന്റി ഒന്ന് ബെഡ്ഷീറ്റ് എടുത്തു തരണേ. ആ മോളിതാ വരുന്നേ. ഞാൻ അവിടെ ഒക്കെ മടക്കി വെച്ചിട്ട് ഇപ്പൊ എടുത്തു തരേ. ആന്റി എത്തി. ഞാനിവിടെ നോക്കിയിട്ട് കണ്ടില്ലേ, അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മോളെ റൂം അതല്ല കേട്ടോ, അവിടെ കിടന്നാ മതി. ആ അത് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇത്ര നേരം ഫോണിൽ ബിസി ആയതുകൊണ്ടേ ടൈം കിട്ടിയില്ല. അതിനെന്താ, അതിന് തന്നെയാണല്ലോ വന്നത്. ഇരുന്ന് സംസാരിച്ചോ, എന്നിട്ട് സംസാരിച്ചിട്ട് ഉറക്കം വരുന്ന സമയത്ത് അവിടെ പോയി കിടന്നാൽ മതി. അതിനെന്താ. അരുൺ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പൊ ബിസി ആണോ? പിന്നെന്താ, അവന് വേറെ തിരക്കൊന്നുമില്ല. മോനെ ഒന്ന് വേഗം വാ, അവിടെ മോള് സംസാരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെ മോളെ, ഞാൻ ഇവിടുത്തെ ആൾക്കാരോടൊക്കെ എൻ്റെ അമ്മായിന്റെ മോളെ കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോള് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ, ബ്രോഡ് മൈൻഡ് ഇടുന്നല്ലേ, അത്രയ്ക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല. വളരെ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ വേറെ ഒരാൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ലൈഫ് എങ്ങനെയാകണം, എന്താകണം, ഇതൊക്കെ തീരുമാനിക്കണം ഞാനാ. ഇതിപ്പോ ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മറുപടി പറയണോ വേണ്ടയോ എന്നുള്ളത് ഞാനല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ ആന്റി ഇങ്ങനെ വന്ന് തന്നെ ടീച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം ആരോട് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കണ്ടെന്നൊക്കെ. അത് ആന്റിക്ക് അറിയാം. മോനെ വാ. ആ ഞാൻ വരാ. അത് വേണ്ട മോനെ, ഇവിടെ നിന്ന് സംസാരിക്കാമെന്നത് അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആര് പറഞ്ഞു? ഞാന് പറഞ്ഞതാ മോനോടെ. അതെങ്ങനെ ആന്റി തീരുമാനിക്ക? ഞാനിവിടെ നിന്ന് തന്നെ അരുണിനോട് സംസാരിക്കാൻ വേണ്ടിട്ടാ. അതിനിപ്പോ എന്താ, ഞങ്ങൾ അകത്തിരുന്ന് സംസാരിച്ചോളാം. അതിലിപ്പോ എന്ത് കുഴപ്പമുള്ളത്? അരുണ് പോവാൻ, നമുക്ക് അകത്തിരിക്കാം. ആന്റി ഇവിടെ നിന്ന് കാല് കഴിക്കണമെന്നില്ല കേട്ടോ, താഴെ പോയിക്കോ. തലവേദനയാവും. അതാണെങ്കിൽ ഒരു റബ്ബർ പന്ത് പോലത്തെ ഒരു സാധനം ഭൂമിയിലൊന്നും അല്ല നിൽക്കുന്നത്. നോക്കാം ഇടയ്ക്ക്. ഞാനിപ്പോ ഇവിടെയാണുള്ളത്. അതെ, ഞാനൊരു 11 o'clock കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാം. ശരി. ഞാനൊരു റിലേഷൻഷിപ്പിലായിരുന്നു, അറിയാലോ അല്ലേ? അതെനിക്കറിയായിരുന്നു, ബ്രോക്കർ പറഞ്ഞ. അത് ശരിയാ. കാരണം എനിക്കൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിലേക്ക് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം തുറന്ന് സംസാരിക്കാനും പിന്നെ നമ്മളോട് തുറന്ന് ഇടപഴകാനും പറ്റുന്ന ഒരാളായിരിക്കണം. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ലിവിങ് ടുഗദർ ഒക്കെ വേണമെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്കിത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയത്. പക്ഷെ എനിക്ക് മാത്രമായിരിക്കും, ഇപ്പൊ അങ്ങനെ ആയിരിക്കും അല്ലേ? മറ്റുള്ളവരുടെ കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു, എന്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. കാർത്തികിന്റെ ഒപ്പമുള്ള ലൈഫ് നല്ലതൊക്കെ തന്നെയായിരുന്നു, ബിക്കോസ് ഹി വാസ് എ ഗുഡ് ഗൈ. പക്ഷെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാ മനസ്സിലായത് അവന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം എന്നെ വല്ലാതെ അങ്ങോട്ട് ബാധിച്ചു. കുറച്ചു കാലം ഡിപ്രഷനിലൊക്കെ ആയിപ്പോയി. വല്ലാത്തൊരു ചീറ്റിംഗ് ആയിരുന്നു. ഞാൻ അവനോട് അത്രയും സിൻസിയർ ആയിട്ട് നിന്നിട്ട് ഒട്ടും പ്രതീക്ഷയില്ല. അങ്ങനെയാണ് അത് ബ്രേക്കപ്പ് ആയത്. ഇനി അങ്ങോട്ട് മാരേജ് വേണ്ടെന്നൊക്കെ തീരുമാനിച്ചതാ. പിന്നെ തോന്നിയത്, വൈ ഷുഡ് ഐ സാക്രിഫൈസ് മൈ ലൈഫ് ഫോർ ഹിം? അവന്റെ മുമ്പിൽ എന്തായാലും ഒന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണല്ലോ, കുറെ എക്സ്പീരിമെന്റ്സ്. നോക്കട്ടെ ഇതെങ്ങനെ പോകുന്നുള്ളത്. ബ്രോക്കർ വന്നിട്ട് അരുണിന്റെ കാര്യം എന്റെ വീട്ടുകാരോട് സംസാരിച്ചപ്പോഴേ അന്നേരമാണ് എനിക്ക് തോന്നിയത് കുഴപ്പമില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ളത്. തിരക്ക് പിടിച്ചൊരു കല്യാണത്തിലേക്ക് എടുത്തു ചാടിയിട്ടെ പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാകാനേക്കാളും എത്രയോ നല്ലതല്ലേ പരസ്പരം മനസ്സിലാക്കിയ ശേഷം ഒരു ജീവിതത്തിലേക്ക് നീങ്ങുന്നത്. അത് മാത്രമല്ല അരുൺ, നമ്മൾ ദൂരെ നിന്ന് കാണുന്നതിനേക്കാളും എത്രയോ വ്യത്യസ്തമായിരിക്കും ശരിക്കും അടുത്ത് ജീവിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്. കൂടെ കിടക്കുമ്പോഴാണല്ലോ ഒരു അപ്പനെ അറിയാം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെയൊരു ലിവിങ് ടുഗദറിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെയാന്ന് തോന്നിയപ്പോ നമുക്കും സന്തോഷം. അരുണിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടോ?
എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ മാരേജ് ലേറ്റ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറെ കാലം ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോഴൊന്നും മര്യാദയ്ക്ക് നാട്ടിലേക്ക് വരുന്നത്, അതുകൊണ്ട് ലേറ്റ് ആയത്. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം കേട്ടോ. ഐ ഹാവ് നോ ഇഷ്യൂ ഇൻ ദാറ്റ്. ബിക്കോസ് ഞങ്ങൾ ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആണ്, ധാരാളം ലാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അരുൺ ഇനി തിരിച്ച് ഗൾഫിലേക്ക് പോയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്തോളൂ, ഞാൻ സപ്പോർട്ട് ചെയ്യാം. അരുണിന്റെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലും ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല, അതെന്റെ വേർഡാ. ബട്ട് ഐ ഹാവ് മൈ ഓൺ പേഴ്സണൽ ലൈഫ് ആൻഡ് യു ഷുഡ് നോട്ട് ക്രോസ് ദാറ്റ് ലിമിറ്റ്. കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഭാര്യ ഭർത്താവിന്റെ അടിമയായിട്ട് ജീവിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ it will be difficult for me to adjust it. So I hope you should respect my personal life, personal space. പിന്നെ എൻ്റെ ഫ്രീഡം അത് സ്പോയിൽ ചെയ്യാൻ ഞാൻ ഒരാളെയും സമ്മതിക്കില്ല. ഇതിപ്പോ കുറെ നേരമായല്ലോ, പൈസേന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചോ. എന്താണ് നടക്കുന്നത്? കാരണം കല്യാണം കഴിഞ്ഞു വിചാരിച്ചിട്ട് ഒരാളുടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ ഫ്രീഡം വേണം. അതല്ല ഈ പാർട്ട്നേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, പിന്നെ അവരുടേതായ രീതിയിൽ ജീവിക്കാൻ വിടുക, അതൊക്കെയല്ലേ. വാവ്, ഐ എം സോ ഇംപ്രസ്ഡ് വിത്ത് യു അരുൺ. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നാളെ കാണാം. ആന്റി എന്താ ഇവിടെ? ഞാനിത് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് വെള്ളം ചോദിച്ച പോലെ തോന്നി. ചൂടുവെള്ളാണോ ചുക്ക് വെള്ളാണോ? അല്ല, തേങ്ങ വെള്ളം. അമ്മ ഇവിടെ ആരും വെള്ളം ചോദിച്ചില്ല. അത് മനസ്സിലായില്ല അരുണ്. മോന്റെ കല്യാണം കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും ഫ്യൂച്ചർ മദറിലോ പണി തരാൻ തുടങ്ങി. അയ്യേ ഇല്ല മോളെ, ഞാൻ അങ്ങനത്തെ ഒരു ചീപ്പ് അമ്മായിയമ്മയല്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാൻ ആന്റിനോട് താഴേക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ നിന്നത്. ഞാനിപ്പോ അരുണിനോട് പറഞ്ഞതേ ഉള്ളൂ, ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല എന്ന്. അത് ആന്റിക്ക് കൂടി ബാധക. പിന്നെ അരുൺ സമയം കിട്ടുകയാണെങ്കിൽ ആന്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇൻ കേസ് നമ്മുടെ കല്യാണം കഴിയുകയാണെങ്കിലേ ഹസ്ബൻഡ് വൈഫിന് അവരുടേതായ ഒരു പ്രൈവറ്റ് ലൈഫ് തന്നെയുണ്ട്. അയ്യോ മോളെ, ഞാനതിന് അതൊക്കെ എനിക്കറിയാം. ഞാൻ ശരിക്കും വെള്ളം വേണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ആന്റി ഇപ്പൊ അരുണിനോട് സംസാരിച്ചത് വെച്ചിട്ട് ഐ എം ഹാപ്പി. എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും തോന്നുന്നില്ല. പക്ഷെ ആന്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു നേച്ചർ അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഓക്കെ, നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഇവളാരുടെ എന്നോട് കിടന്നാന്ന് പറയാം. ഒരു ദിവസമായിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് എന്നെ മരിക്കാൻ വരിക. അമ്മേ, അമ്മ കണ്ടുപിടിച്ച മരുമോൾ എന്തായാലും കുഴപ്പമില്ല. പൈസന്റെ കാര്യമൊക്കെ കറക്റ്റാ. പിന്നെ അമ്മേനേക്കാളും കുറച്ചും കൂടെ മോഡാണ്. അതെനിക്ക് മനസ്സിലായി. അല്ല, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് സമയം ഉണ്ടല്ലോ, ആവട്ടെ, അപ്പൊ നമുക്ക് തീരുമാനിക്കാം. അല്ലടാ, അല്ലേ സാരല്ലേ. പൈസന്റെ കാര്യത്തില് പറഞ്ഞ പോലെ തന്നെയാണെന്നല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ ആ ഭാഗം കുഴപ്പമില്ലേ. പക്ഷെ പെണ്ണിന് കുറച്ചൊരു ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അല്ല ഇനി ഉണ്ടല്ലോ. അല്ല വേണ്ട, നാളെ ഉണ്ടല്ലോ. ഇടയിലിപ്പോ ഒരു പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ചു പോയതല്ലേ. പക്ഷെ ഞാനിവിടെ നോക്കുന്നുണ്ട്. ശരിയായിട്ടൊന്നുമില്ല, മിക്കവാറും ശരിയാവായിരിക്കും ഒരു ഈ മാസത്തിന്റെ ഉള്ളില്. എന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, പിന്നെ പറയാം. അത് നമ്മുടെ രാഹുൽ തിരിച്ചു വരുന്നുള്ള അങ്ങോട്ട് 5-ാം തീയതി ആണ്. ഞാൻ കണ്ടിരുന്നു അവനെ കുറച്ച് ദിവസം മുമ്പ്. അപ്പൊ അവനാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറെ നേരമായല്ലോ. ആരാ ഫോണില്? ഒരു സെക്കൻഡ്. ഇല്ലില്ല, അതെന്റെ ഫ്രണ്ട് വിളിച്ചതാ ഗൾഫിൽ നിന്ന്, ഓരോ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടേ. എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ പറഞ്ഞു? നമ്മുടെ ഈ കാര്യമൊക്കെ അറിയിച്ചോ? ഇല്ല, പറഞ്ഞില്ല. പറയണം, സമയമുണ്ടല്ലോ. പിന്നെന്താ, നോക്കുന്നുണ്ട്, ശരിയായില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടല്ലോ. എന്താ ഇവിടെ വല്ല ജോലിയും സെർച്ച് ചെയ്യണ്ടോ?
ഇല്ല, ജോബ് സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി ഒന്ന് തുടങ്ങണം. എപ്പോഴും ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതെന്തിനാ പുതിയ ജോലി സെർച്ച് ചെയ്യണേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ വല്ല ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാന്ന്. ഇനി ഭാര്യന്റെ കീഴിൽ കഴിയേണ്ടി വരും. അങ്ങനെ വല്ല കോംപ്ലക്സ് ഉണ്ടോ? അയ്യോ, കോംപ്ലക്സ് ഒന്നുമില്ല. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ലിവിങ് ടുഗദർ ആണല്ലോ, അല്ലാണ്ട് മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഇയാൾക്ക് ഓക്കെ ആയാൽ മാത്രമല്ലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാ തോന്നുന്നത് കേട്ടോ. ഒരു കോള് വരുന്നുണ്ടേ. ശരി. ഹലോ. ഇല്ല, ഞാൻ വേറൊരു മീറ്റിംഗിലായിരുന്നു. ഇതാരോടെ 24 മണിക്കൂറും ഫോണിലും? രാത്രി 10 കഴിഞ്ഞാൽ റൂമിൽ നിന്ന് സംസാരം കേൾക്കാം. ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കുക? ഏയ്, എന്നോട് വന്ന് ചോദിച്ചല്ലോ, അവൻ എനിക്കും ചെന്ന് ചോദിച്ചൂടെ? നോക്കട്ടെ. ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല. ഞാനൊരു 1 month എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നും ആയിട്ട് തോന്നുന്നൊന്നുമില്ല. ഹീസ് ജെന്യുയിൻ. ഇല്ല, അങ്ങനെയാണെങ്കിൽ മൺഡേ മീറ്റ് ചെയ്താലോ? ആ, ഒരു കാര്യം ചെയ്യാം. മക്കളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവില്ലേ? അപ്പൊ കാണാം. ഇല്ലേ, വൈഫ് അറിയണ്ടല്ലോ. അതിന്റെ ആവശ്യമില്ല. ആ കുട്ടികൾ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, അത് പിന്നീടുള്ള കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ 8:30 ആകുമ്പോൾ വരാം കേട്ടോ. ശരി. ആരാണ് ഫോണില്? വീട്ടിൽ നിന്നാണോ? അല്ല, വീട്ടിൽ നിന്നല്ല, ഒരു ഫ്രണ്ടാ. ഇയാളെന്താണ് എപ്പോ നോക്കിയാലും ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് മാത്രം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ആ, കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എന്തേ, ഇവിടുന്ന് ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതില് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടിട്ടേ ചോദിച്ചതാ. അതെന്താ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫിന് ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും റൂൾ ഉണ്ടോ? അതിലൊരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ആ, പിന്നെ ഇത് വേറെ ആരുമില്ല കേട്ടോ. ഇതെന്റെ ബെസ്റ്റിയാ. ബെസ്റ്റിയോ? ആ, തേജസ്. ഇവനോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ വരുന്നതും ഈ കാര്യങ്ങളൊക്കെ അവനും കൂടി അറിയാം. അവൻ തന്നെയാ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു ലിവിങ് ടുഗദറിന് വേണ്ടിയിട്ട്. കാരണം ഇനിയും പെട്ടുപോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ആഴ്ച അവന്റെ കുട്ടീന്റെ ബർത്ത്ഡേയാ. അപ്പൊ ഒന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ഒരു ബെസ്റ്റി ഉള്ളോ? ഇതേപോലെ വേറെയും കുറെ ഉണ്ടോ? കുറച്ചു പേരുണ്ട്, പക്ഷെ എല്ലാവരും ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവനെ മാത്രമേ ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയിക്കാറുള്ളൂ. അരുൺ, തേജസ് വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് സംസാരിച്ചോടെ? അരുണൊന്ന് പോവോ? ഹലോ. ഇല്ലെന്നേ, ഇപ്പോ അരുൺ വന്നതാ. എന്താ മോനെ നീ ഇവിടെ ആലോചിച്ചിരിക്കുന്നത്? അമ്മ, ഇതെനിക്ക് അത്രയ്ക്ക് ശരിയാണ് തോന്നില്ല. എത്ര മോഡേണെന്ന് പറഞ്ഞാലും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. എന്താ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നീ പറയുന്നത്? അല്ലാതെ 10ൽ 10 പൊരുത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നവരൊക്കെ മര്യാദയ്ക്കാണ് ജീവിക്കുന്നത്. പലരും അങ്ങനെ ചേർച്ചയൊന്നും ഇല്ല മോനെ. ഇത് ഒന്ന് തെക്കോട്ട് വിളിക്കുമ്പോ മറ്റേത് വടക്കോട്ട് പോകും. അതാണ് അവസ്ഥ. ഇത് പുറമെ ആൾക്കാരെ കാണുമ്പോ എന്താ മാതൃകാ ദമ്പതികൾ, അത്രയേ ഉള്ളൂ. ഇതിനെ കൊണ്ട് അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാ തോന്നുന്നത്. ഇതാണെങ്കിൽ മനസ്സിലുള്ളത് മുഴുവൻ അതുപോലെ തുറന്നങ്ങോട്ട് പറയുന്നുണ്ടല്ലോ. പിന്നെന്താ? പിന്നെ ഇപ്പൊ എന്താ, ഫോൺ ചെയ്യുന്നതാണോ നിന്റെ പ്രശ്നം? ആ, അപ്പൊ അമ്മയെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? എന്നിട്ടാണ് ഒരുമാതിരി ഉപദേശം കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞാൻ എന്താ പറയാ, എനിക്കും തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഞാനും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. എടാ, അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയാൽ റെഡി ആവുന്നതേ ഉള്ളൂ. ഇതിപ്പോ അച്ഛനും ബിസിനസ്, അമ്മയും ബിസിനസ്, അവരെ വഴിക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഇതിനെ നോക്കാൻ ആരും അവിടെ ഉണ്ടായിട്ടുണ്ടാകില്ല. അങ്ങനെയായിരിക്കും 24 മണിക്കൂറും ഫോണിലായിട്ടുണ്ടാകുക. ഞാന് സംസാരിച്ച് നോക്കട്ടെ. ഒരമ്മേന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ നന്നായിട്ട് കിട്ടുമ്പോഴേ അതങ്ങോട്ട് നിർത്തിക്കോളും. അതിനെ കുറിച്ച് നീ അറിയണ്ട. നിനക്കിപ്പോ അവള് ഫോൺ ചെയ്യൽ നിർത്തിയാ പോരെ, അത് ഞാൻ ഏറ്റു. അമ്മ മാറ്റാനങ്ങോട്ട് ചെന്നാ മതി, അവളങ്ങ് മാറും. എടാ, നീ ആ കാര്യം വിട്. നീ ഇപ്പൊ ഒരൊറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, നിന്റെ ബിസിനസ്. വേറെ ഒന്നും വേണ്ട. ബിസിനസ്? ഇവിടെ 5 പൈസ കയ്യിലില്ല, അതിന്റെ ഇടയ്ക്കാണ് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നത്. ആര് പറഞ്ഞു പൈസ കയ്യിലില്ലാന്ന്?
പണച്ചാക്കല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിന്റെ ആ 2 കൈയൊന്ന് നീ കാണിക്ക്. എന്തിന്? ആ കയ്യില് ഒരു 100 പവൻ അങ്ങോട്ട് വെച്ച് തരിക, എങ്ങനെ ഉണ്ടാവും? പിന്നെ നിന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ ഒരു 15 ലക്ഷവും പൈസയായിട്ട് കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിനക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നില്ലേ? ആ, അത് മതി. എടാ, കുറച്ച് പൈസയുള്ള വീട്ടിലെ പെൺപിള്ളേരാകുമ്പോ അത്യാവശ്യം ജാടയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അങ്ങോട്ട് കണ്ടില്ല എന്ന് അടിക്കുക, അത്ര തന്നെ. അല്ലാതെ പിന്നെ ചെക്കനോരോ. എന്താ മോളെ, എന്ത് പറ്റി? ആന്റി, എന്റെ ചാർജർ വർക്ക് ചെയ്യണില്ലേ? അത്രയും പോലെ 24 മണിക്കൂർ കുത്തിയിട്ട പിന്നെ അത് സാറില്ലേ മോളെ, ഫോണിനും കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടേ? എനിക്ക് മൊബൈലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. ആന്റിയുടെ ഉണ്ടോ നല്ല ചാർജർ? അതിനിപ്പോ എന്താ, ഞാൻ തരാലോ. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെക്കും മോളെ. 24 മണിക്കൂർ ഇനി ഫോണിൽ സംസാരിച്ചേ പറ്റൂന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങളോടൊക്കെ വന്ന് സംസാരിക്കേ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അതിനും കൂടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയി തന്നെ നിങ്ങളോട് പറയാറില്ലേ? പിന്നെ 24 hours എനിക്ക് ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സിനോട് സംസാരിച്ചിരിക്കാൻ പറ്റുമോ? എന്റെ ഫ്രണ്ട്സിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയണം. അതൊന്നും ഞങ്ങളോട് പറയണ്ട, അതൊക്കെ അവരോട് തന്നെ പറഞ്ഞോ. ഞാൻ ചാർജർ എടുത്തിട്ട് വരാം. മോന്റെ മുഖത്തെ വല്ലാത്തൊരു വാട്ടം അത് കണ്ടപ്പോ ഞാൻ മോനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കയറിയത്, അത്രേ ഉള്ളൂ. ചാർജർ കൊണ്ടുവരാം. അത് ശരി, അതാണ് കാര്യം. ഇല്ല ബ്രോക്കറെ, പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് തന്നെ പോകുന്നത്. ആ കുട്ടിക്ക് ഞങ്ങളെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 1 മാസം തികയ്ക്കണല്ലോ, അതിന്റെ ഒരു അതാണ്. ഇത്ര ദിവസം ആകുമ്പോ തന്നെ ഒരു യുഗം കഴിഞ്ഞ പോലെയായി. ഏയ്, അതുകൊണ്ടല്ല. ആ കുട്ടീനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി പോയി. അത് അതിനൊരു അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ സമയം ഇങ്ങനെ പോകുന്നത്. അതാണ്. ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്നോട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങള് ഭംഗിക്ക് അവിടെ നോക്കി കണ്ടറിഞ്ഞ് ചെയ്താ മതി. എന്റെ ഒരു ബിയർ മഗ് തരോ? വിളിക്കേ. ബിയർ മഗോ? അതെന്തിന്? ബിയർ കഴിക്കാൻ. മോള് ബിയറൊക്കെ കഴിക്കുവോ? അതിനിപ്പോ എന്താ, ഞാൻ ഒരുപാട് കാലമായിട്ട് കഴിക്കുന്നുണ്ട്. എവിടെ മഗ് വെച്ചേ? മഗൊന്നും ഇല്ല മോളെ, വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഉണ്ട്, അതെടുത്തോ. ദൈവമേ, ഈ ശീലം എങ്ങനെ നിർത്തും? എന്റെ ചക്കനാണെങ്കിൽ ഒരു പാവം. ഷോ, ഇതെന്ത് പറ്റി? ഇയാൾ ഇവിടെ വന്നിരിക്കുന്നു. ബിയർ ഉണ്ടാവും എടുക്കാൻ. ഞാൻ വലിയ കാര്യത്തിൽ അമ്മയോട് ഗ്ലാസ് ഒക്കെ വാങ്ങിക്കൊണ്ടു. പക്ഷെ എന്റെ പേരിലും ഫിനിഷായി ഇന്നലെ രാത്രി. ബിയറാ? ഞാൻ ബിയർ കഴിക്കൊന്നുമില്ല. അയ്യേ, ബിയർ കഴിക്കില്ല? പിന്നെന്താ, ഹോട്ടാണോ കഴിക്കുക? അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എടോ, ഇയാള് വിചാരിക്കുന്ന പോലെ ഞാൻ ബിയറും ഹോട്ടൊന്നും കഴിക്കുന്ന ഒരാളല്ല. അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല. അയ്യേ, നിങ്ങളെന്താ മനുഷ്യ ഇങ്ങനെ? ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവോ? കഷ്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വെള്ളം അടിക്കുന്ന ആൾക്കാരാ എനിക്ക് കംഫർട്ടബിൾ. വേറെ കൊണ്ടല്ല, ഒരു അടിപൊളി കമ്പനി ആയിരിക്കും. പിന്നെ അവരുടെ ആ ഒരു വൈബ് തന്നെ വേറെ ലെവലല്ലേ. എനിക്ക് തൽക്കാലം ഈ വൈബൊക്കെ തന്നെ ഇഷ്ടം. പിന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്റെ കുടുംബം ഞാൻ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടേ ഇതുവരില്ലാത്തൊരു ശീലമൊന്നും ഇനി അങ്ങോട്ട് തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എടാ, ബിയർ അടിക്കണമൊന്നും ഒരു വലിയ സംഭവമൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് കുറെ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണില്ലേ, ആ കോളേജിലൊക്കെ പോകുന്നത്, ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നത്, അതൊരു ദിവസം ഞാൻ നോക്കുമ്പോ ടെറസ് വന്നിട്ട് സിഗരറ്റ് വലിക്കുന്നത്. അങ്ങനത്തെ ശീലമൊന്നും ഇല്ലല്ലോ. എന്തോ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. എന്നാ പിന്നെ ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. വെറുതെ ഒന്നും അല്ലല്ലോ, ലക്ഷങ്ങളെ സ്വത്തും പറമ്പും ഒക്കെ അല്ലേ കയ്യിൽ വരാൻ പോകുന്നത്. എന്തോ ഇത് എനിക്ക് പറ്റിയാന്ന് തോന്നുന്നില്ല. എടാ, വലിയ വലിയ കുടുംബങ്ങളിൽ ഇതൊക്കെ പതിവൊക്കെയാണ്. പൈസയൊക്കെ വരുമ്പോ അതൊക്കെ അങ്ങോട്ട് മറക്കുക, അത്ര തന്നെ.
ഇതൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുക. ആ കുട്ടി എന്താ വിചാരിക്കുക? ഇന്നലെയും വിചാരിച്ചതൊക്കെ ചെയ്യണം. സമയം ആന്റി, ഇന്നെന്താ സ്പെഷ്യൽ? അയ്യോ മോള്, ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് തക്കാളിയാ. അപ്പൊ അതുകൊണ്ട് രസം ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി. അയ്യേ, ഇതുകൂടി എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ഞാൻ മോനോട് പറഞ്ഞതാ കുറച്ച് ചിക്കനും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിട്ട് തരാം ബിരിയാണി ഉണ്ടാക്കാൻ. അവനാണെങ്കിൽ ആന്ന് പറഞ്ഞിട്ട് ഇറങ്ങി, പക്ഷെ എല്ലാം മറന്നിട്ട് വന്നു. എന്താണാവോ അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറയുന്ന ഒന്നും അവന്റെ മനസ്സിൽ കയറണില്ല. എന്തോ ആലോചിച്ച് നടക്കുന്നു. ഇനിയിപ്പോ അതും ഇതും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓരോരോ എക്സ്ക്യൂസും കൊണ്ടുവരും. സാരല്ല, ഇനി ഞാൻ പുറത്തു പോയി കഴിച്ചോളാം. പുറത്തു പോയി കഴിക്കാനാ? എന്നാ പിന്നെ ഞാനും വരാം. ഈ സാരി ഒന്ന് മാറ്റട്ടെ. മോളെ ഒറ്റയ്ക്ക് പോവാൻ നിൽക്കണ്ട. അയ്യോ, അത് വേണ്ട. എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പോയി കഴിച്ചോളാം. ആരെങ്കിലും വിളിക്കാൻ നോക്കട്ടെ. ആ, എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യും. എന്തിന്റെ ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടി പോവാൻ നിൽക്കുന്നത്? അവനെയും കൂട്ടിയിട്ട് പോ. അവനും ഇതൊന്നും ഇഷ്ടമൊന്നും അല്ല. പിന്നെ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകുമ്പോഴേ നിങ്ങൾക്കൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരു സമയമൊക്കെ കിട്ടുമല്ലോ. അത് ശരിയാണല്ലോ. എന്നാ ഞാൻ അരുണിനെ വിളിക്കാം. വിശക്കണില്ലേ? ഇല്ല, എനിക്കിപ്പോ വേണ്ട. ഇയാൾ പോയി കഴിച്ചു. അതിന് ആന്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രസവും എന്തൊരു ഉപ്പേരി മാത്രമേ ഉള്ളൂ. നമുക്ക് പുറത്തേക്ക് കഴിക്കാം. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? ഞാനിപ്പോ ഒറ്റയ്ക്ക് പോണ്ടേ? എന്റെ കൂടെ വാ. ഇല്ല, അത് ശരിയാവില്ല. ഇയാൾ പോയിട്ടോ. അതെന്തു പറ്റി? എന്റെ കൂടെ പറഞ്ഞാല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചാ ഇല്ലാതില്ല. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോകുമ്പോഴേ എന്നെ അറിയുന്ന ആരെയും കണ്ടിട്ട് ഇയാളാരെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയാം അവരോട്? ഓ, അതാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാരുണ്ടാവില്ലേ? അവരിപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ബെസ്റ്റാന്ന് പറയും. അതുപോലെ എന്തെങ്കിലും ഒന്ന് പറയേ. ഇയാൾക്ക് ഇന്നലെ കണ്ടവനെ പിടിച്ച് ഇന്ന് ബെസ്റ്റ് ആക്കാൻ പറ്റും. പക്ഷെ ആ ഒരു ബെസ്റ്റ് കൾച്ചർ എനിക്കില്ല. അതുകൊണ്ട് തന്നെ പോയിട്ട് വന്നാൽ മതി. ബെസ്റ്റ് കൾച്ചർ അത്ര മോശം കൾച്ചർ ഒന്നും അല്ല. പല വീടുകളിലും നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്കൊരു സ്ഥലത്ത് പോണം, പക്ഷെ നിങ്ങൾ വരാൻ റെഡിയല്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാനാ? കാണിച്ചു തരാം എന്താണ് എന്റെ ഫ്രണ്ട്സ് എന്നുള്ളത്. എന്താ അമ്മ സംസാരിച്ചോ? ഞാൻ സംസാരിക്കാൻ വേണ്ടി തന്നെയാ പോയത്. പക്ഷെ ആ പെണ്ണ് സ്വബോധത്തിലൊന്നും അല്ല തോന്നുന്നു. ആരോടൊക്കെയോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ സൗണ്ട് ഒന്നും മനസ്സിലാവണമൊന്നുമില്ല. നല്ല മണവും വരുന്നുണ്ട്. വെള്ളം അടിച്ചിട്ടൊക്കെയാ തോന്നുന്നു അത് വന്നിരിക്കുന്നത്. കഷ്ടം. ഞാൻ മോളേന്ന് വിളിച്ചിട്ട് ഡോറ് തുറന്നതേ ഉള്ളൂ. ഗെറ്റ് ഔട്ട് അടിച്ചെന്നെ. അതാ അപ്പൊ വന്നത്. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അത് ഏതൊക്കെയോ കൂട്ടുകാരെ ഇവിടുന്ന് വിളിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല. എന്തോ തേജസോ ജ്യോതിസോ എന്തൊക്കെയൊക്കെയോ ആമ്പിള്ളാരെ പേരുകൾ പറയുന്നു. എവിടുന്ന് കിട്ടിയ അമ്മയ്ക്ക് ഇങ്ങനത്തെ പറഞ്ഞതിന്? ഞാൻ പറഞ്ഞല്ലേ ഇതിനൊന്നും നിൽക്കണ്ടാന്ന്. വെറുതെ വയ്യാവിലെടുത്ത് തലയിട്ട പോലെ. അതല്ല മോനെ, നീ എന്തൊന്നും മനസ്സിലാക്കാണ്ട്. ഇത്രയും സ്വർണവും സ്ഥലവും ഒക്കെ നിനക്ക് വേറെ എവിടെ നിന്ന് കിട്ടും? നീ ഗൾഫിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും കൊണ്ടൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. 5 പൈസ കയ്യിൽ ഇല്ലാണ്ടല്ലേ? പൈസ ഇല്ലാത്തതല്ല, ഇല്ലാണ്ടാക്കിയതാ. ഇതിനേക്കാളും സ്വർണവും സ്ഥലവും വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മേനെ വിശ്വസിച്ചുള്ള പൈസ മുഴുവൻ ഞാൻ അയച്ചു തന്നു. എന്നിട്ട് അത് വാങ്ങി ഇത് വാങ്ങി അവർക്ക് കൊടുത്തു പറഞ്ഞിട്ട് എല്ലാം കൊണ്ട് ദൂരത്തടിച്ചെന്ന് കളഞ്ഞു. എന്നിട്ടിപ്പോ ലാസ്റ്റ് ഇതിനെ കൂടെ എന്റെ തല കെട്ടി വെക്കാൻ നോക്കുക. നീ എന്നോട് ചാടിക്കടിക്കാൻ നിൽക്കൊന്നും വേണ്ട. അങ്ങനെയൊക്കെ പറ്റിപ്പോയില്ലേ? എടാ, പല കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആൺമക്കള് ഒരാള് ഗൾഫിലുണ്ടെങ്കിൽ കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷ അവനിലായിരിക്കും. അങ്ങനെ സംഭവിച്ചു പോയതാ. ഇളയതുങ്ങൾക്ക് ഒരു ജീവിതം വേണ്ടേ? നീ ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ കുറ്റിയും പറിച്ച് ജോലിയും കളഞ്ഞിട്ട് വരുന്ന ഞാനും അറിഞ്ഞു. 10-60 വയസ്സാകുമ്പോ റിട്ടയർഡൊക്കെ ആയിട്ട് വരുന്നല്ലേ ഞാൻ വിചാരിച്ചത്. എന്നിട്ട് എന്തിന്? ആരോഗ്യം നശിച്ച് പൈസ മുഴുവനും തട്ടിയെടുത്ത് ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്നെ എല്ലാരും കൂടെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാനും. തെറ്റ് പറ്റിപ്പോയി.
മോൾ ഇത്ര നേരത്തെ എന്നിട്ട് റെഡി ആയിട്ടിരിക്കുക. ഞാനൊന്ന് അമ്പലത്തിൽ പോയതായിരുന്നു. ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇന്നലെ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തതില്ലേ എനിക്ക് ചെറിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. അതിന് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇയാൾക്ക് തോന്നുന്നൊക്കെ ചെയ്തോ, ഇവിടെ ആരും ചോദിക്കാൻ വരുന്നില്ല. അല്ലെങ്കിലും എനിക്കുള്ളതാ ഈ ഒരു ബിഹേവിയർ. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണ് കാണില്ല, ഉള്ളതൊക്കെ വലിച്ചെറിയും, ഷൗട്ട് ചെയ്യും. ഇവിടെ പിന്നെ അത്രയ്ക്ക് ഞാൻ ഹൊറിബിളൊന്നും ആയില്ല കേട്ടോ. ഏയ് അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെയാന്ന് വിചാരിച്ചിട്ട് സ്വന്തം സ്വഭാവം മാറ്റം നിൽക്കൊന്നും വേണ്ട. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അങ്ങോട്ട് പോയിക്കോ. അതിലെന്റെ ഒരു ശരി. കണ്ടോ ആന്റി, ഇതാണ് അരുണിന്റെ ഒരു ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇത്രയും ദിവസം പിടിച്ചത്. പക്ഷെ ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവുക. അവിടുന്ന് പപ്പനും മമ്മീനും ഇങ്ങോട്ട് അയക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ അവര് എങ്ങനെയാണോ പറയണത് അതുപോലെ. എന്നാലും അധികം വൈകിപ്പിക്കാണ്ട് കല്യാണം വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾക്കും കല്യാണം വേഗം തന്നെ വേണമെന്നാ മോളെ. അതുകൊണ്ടേ ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. മോനും കല്യാണ പ്രായം കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പൊ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ ഞാൻ മോന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോം അങ്ങോട്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഇതാ മോളെ പോലത്തെ ഒരു 3-4 പിള്ളേര് ലിവിങ് ടുഗദറിന് റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് അപേക്ഷ അയച്ചിരിക്കുന്നത്. അതിലൊരു 3 എണ്ണത്തിനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാന്ന് തോന്നിയത്. അപ്പൊ അടുത്ത ആഴ്ച മുതല് അതിലൊരാൾ വരാന്നാ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർ വന്നിട്ടേ അതിലേതാണ് ബെറ്റർ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യാന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ജീവിതം എന്ന് പറഞ്ഞാലേ ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ. അപ്പൊ ഒരു 3-4 പരീക്ഷണം കൂടെ നടത്തിയിട്ട് അതിനുശേഷം കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതല്ലേ നല്ലത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മോള് വിഷമിക്കൊന്നും വേണ്ട. അഥവാ 2-3 പേരോടൊപ്പം ലിവിങ് ടുഗദർ നടത്തിയിട്ട് അവരൊന്നും പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ മോളെ വിവരം അറിയിക്കാം. എന്നാ പിന്നെ മോള് നിന്ന് സമയം കളയണ്ട, ഇറങ്ങാൻ നോക്ക്. പപ്പയും മമ്മി അവിടെ കാത്തിരിക്കായിരിക്കില്ലേ. പിന്നെ ഇതിന്റെ ഇടയ്ക്കേ വേറെ വല്ല ലിവിങ് ടുഗദറും തരവാകുകയാണെങ്കിൽ പൊയ്ക്കോ. അഥവാ ഇത് സെറ്റായില്ലെങ്കിലോ. ഹലോ തേജസ്, എന്നൊന്ന് പിക്ക് ചെയ്യാൻ വരൂ. ഞാനിവിടെ ഉണ്ടാവും. ഓ എന്റെ പൊന്നു മോനെ, ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ട്. മോനെ, നിനക്ക് ബിസിനസ് തുടങ്ങിയ പോരെ? നിന്നെ പറ്റിച്ചിട്ടേ ഞാന് കുറെ പൈസയും സ്ഥലവും ഒക്കെ നിന്റെ ഇളയതുകൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്ത സ്ഥലവും പൈസയും എല്ലാം എന്റെ മോന് തിരിച്ചു വാങ്ങിത്തരും. വല്ലാത്തൊരു മഹാപാപമാണ് നിന്റെ അമ്മ നിന്നോട് ചെയ്ത്. ഇനി ഇവളെയും കൂടി നിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടേ ആ പാപഭാരം കൂടി ചുമക്കാൻ എനിക്കാകില്ല. സമയാകട്ടെ, നല്ലൊരു പെൺകുട്ടീനെ നോക്കി എടുത്ത് കണ്ട് എന്റെ മോനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. എനിക്ക് മോഡേൺ അമ്മായിമ്മ ആകണ്ടടാ, സാധാരണ അമ്മായിമ്മ ആയാൽ മതി.